ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ആളുകൾ മൂന്ന് ടൈപ്പ് ആളുകളാണുള്ളത്. ചില ആളുകൾ എന്ന് പറഞ്ഞാല് വാഴപ്പിണ്ടി മാതിരിയാണ്. വാഴപ്പിണ്ടിയുടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത എന്ന് അറിയാവോ? എപ്പോഴും ഇങ്ങനെ ചതഞ്ഞ് ചതഞ്ഞിരിക്കും. ജീവിച്ചിരിപ്പുണ്ട്, ചത്തതിനൊക്കലും ജീവിച്ചിരിക്കലും എന്ന് പറയും. എപ്പോഴും അവര് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആക്ഷൻ എടുക്കില്ല, ഇനാക്റ്റീവ് ആയിരിക്കും, പസീവ് ആയിരിക്കും. ചില ആളുകൾ അങ്ങനെയാണ്, എന്ത് ചെയ്താലും അനങ്ങത്തില്ല എന്നുള്ള അനങ്ങാ പാറ നയം സ്വീകരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അതിനെയാണ് ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ആ, കർപ്പൂരം മാതിരിയാണ്. കർപ്പൂരം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും, കത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തി തീർന്നു പോകും. ചില ആളുകൾ ബിസിനസ്സിലേക്ക് കടന്നു വരും, ഭയങ്കര ആരംഭത്ത് ശൂരത്വമൊക്കെ കാണിക്കും, അടിപൊളിയായിട്ട് ബിസിനസ് കയറ്റും. കുറച്ച് കഴിയുമ്പോൾ അവര് അനിക്സ്പ്രേ ആയി പോകും. എന്താ അനിക്സ്പ്രേ എന്ന് പറയുന്നത്? പണ്ട് കാലത്ത് നിങ്ങൾ അനിക്സ്പ്രേ എന്നൊരു പാൽപ്പൊടിയുടെ പരസ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് അനിക്സ്പ്രേ എന്ന് പറഞ്ഞാല്? പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയും. അതാണ് എന്റെ അഡ്വർടൈസ്മെന്റ്. അവർ വന്നതും കാണുന്നുണ്ടാവില്ല, കുറച്ച് മുമ്പ് പോയതും കാണുന്നുണ്ടാവില്ല. അതാണ് അനിക്സ്പ്രേ എന്ന് പറയുക. അപ്പൊ രണ്ടാമത്തെ വിഭാഗം കർപ്പൂരം പോലുള്ള ആളുകളാണ് അനിക്സ്പ്രേ എന്ന് പറയും. ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നതാണ് റിയൽ പ്ലേയേഴ്സ് എന്ന് പറയുന്ന ആളുകൾ. അവർ കൽക്കരി പോലുള്ള ആളുകളാണ്. കൽക്കരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവർ കൽക്കരി ഒന്ന് കത്തി തീ പിടിച്ച് വരാൻ ഇത്തിരി സമയം എടുക്കും. പക്ഷെ അതൊരിക്കലൊന്ന് തെറ്റി തീയായി റെഡിയായി ഒന്ന് കനലായി മാറിയാൽ അത് മണിക്കൂറുകളോടുള്ള മാസങ്ങളോടുള്ള അത് ഇങ്ങനെ നിന്ന് കത്തുന്നുള്ളതാണ്. ദ റിയൽ ലീഡേഴ്സ് ആർ ലൈക്ക് എന്താ പറയാ, നമ്മുടെ കൽക്കരി മാതിരിയുള്ള ആളുകളാണ്. അപ്പൊ മൂന്ന് ടൈപ്പ് ആളുകൾ നമുക്ക് അറിയാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് വാഴപ്പിണ്ടി, അത് പാസീവായിട്ടുള്ള ആൾക്കാരാണ്. അവർ മരിച്ചതും ജീവിച്ചിരിക്കുന്നതിനും തുല്യമായിട്ടുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും പ്രോബ്ലത്തിനെ ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് പാസീവ് ആളുകൾ എന്ന് പറയുന്ന ആളുകൾ. ഈ രണ്ടാമത്തെ വിഭാഗമുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴും പരാതി പറയുന്ന ആളുകൾ, കംപ്ലൈന്റ് ചെയ്യുന്നത്, ക്രിട്ടിസൈസ് ചെയ്തതെന്ന് ചോദിക്കും. അവർ റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ് എപ്പോഴും സംബന്ധിച്ചിടത്തോളം. പക്ഷെ അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അവര് ഒരു കൂട്ടിലടച്ച പട്ടിയെ പോലെയാണ്. നന്നായിട്ട് കുറക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, കുറയ്ക്കുകയും ചെയ്യും. പക്ഷെ വേറെ ഒരു ആക്ഷൻ എടുക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അതാണ് പ്രൊയാക്റ്റീവ്, കംപ്ലൈന്റ് ചെയ്യുന്ന, പരാതി പറയുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവരാണ് റിയൽ അച്ചീവേഴ്സ്, റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയും. അവരാണ് റിയൽ പ്ലേയേഴ്സ്. അവര് ഈ ബിസിനസ്സിൽ കൽക്കരി പോലെ നിന്ന് കത്തുന്ന ആളുകൾ. അപ്പൊ മൂന്ന് വിഭാഗത്തിലുള്ള ആളുകൾ ഈ മേഖലയിലുണ്ട്.